ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പിറവിക്കാലം 2-ാം ഞായർ ഈശോയുടെ ദേവാലയത്തിലെ സമർപ്പണത്തെ അനുസ്മരിക്കുന്ന ഞായറാഴ്ചയാണ്. ഒരു സാധാരണ യഹൂദന് ജെറൂസലേം ദേവാലയവുമായി ഇഴപിരിക്കാനാവാത്ത ഒരു ബന്ധമുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാണ്! അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളെന്നതിനേക്കാൾ അങ്ങയുടെ ഭവനത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ എന്ന് 84-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലേക്കും ചിതറിക്കപ്പെട്ട യഹൂദൻ കർത്താവിൻ്റെ തിരുനാളുകൾ ആഘോഷിക്കാനായി ജെറുസലേമിൽ ഒന്നിച്ചുകൂടുന്നത് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ദേവാലയവുമായി ഇഴപിരിക്കാനാവാത്ത ഒരു ബന്ധം ഒരു സാധാരണ യഹൂദൻ പുലർത്തിയെങ്കിൽ, ലോകത്തിൻ്റെ രക്ഷകനായി പിറന്ന മിശിഹ ദൈവപിതാവിൻ്റെ നിത്യവാസസ്ഥലമായ ദൈവാലയവുമായി എന്തുമാത്രം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ ധ്യാനിക്കാനാണ് പിറവിക്കാലം 2-ാം ഞായർ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈശോ ദേവാലയത്തെ തൻ്റെ ജീവിതം കൊണ്ട് പൂർത്തിയാക്കിയവനാണ്. അവൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഭവനം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണെന്ന് യോഹന്നാൻ സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനിർമ്മിതമായ കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ ജെറുസലേം ദേവാലയത്തെ തൻ്റെ ശരീരമാകുന്ന ആലയം കൊണ്ട് പൂർത്തിയാക്കിയവനാണ് ക്രിസ്തു. അത് യോഹന്നാൻ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ അന്നുവരെ അർപ്പിക്കപ്പെട്ട എല്ലാ ബലികളെയും, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അനുരഞ്ജനപ്പെടുത്താൻ, സമാധാനപ്പെടുത്താൻ വേണ്ടി അർപ്പിക്കപ്പെട്ട എല്ലാ ബലികളെയും തൻ്റെ കുരിശിലെ ബലി കൊണ്ട് ക്രിസ്തു പൂർത്തിയാക്കുന്നത് ഹെബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇപ്രകാരം ദൈവാലയത്തെയും ബലിയെയും സമന്വയിപ്പിച്ച, തൻ്റെ ജീവിതം കൊണ്ട് പൂർത്തിയാക്കിയ ഈശോയുടെ ദൈവാലയ സമർപ്പണം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഈശോയുടെ അതേ മാതൃകയിൽ നാം ഓരോരുത്തരും ദൈവത്തിന് പ്രതിഷ്ഠിതരായി തീരണമെന്നും, ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം പേറുന്ന സജീവ ആലയങ്ങളായി മാറണമെന്നുമാണ്. എഫേസോസ് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, നിങ്ങൾ വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടവരാണ് നിങ്ങൾ. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ ആലയമായി അനുദിനം പണിയപ്പെട്ടുകൊണ്ടുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ രീതിയിലാണ് പൗലോസ് അപ്പോസ്തലൻ നാം ഓരോരുത്തരും എപ്രകാരം ദൈവഭവനത്തിൻ്റെ ഭാഗങ്ങളായി മാറിയിരിക്കുന്നുവെന്ന്, നാം ഓരോരുത്തരും എപ്രകാരമാണ് ദൈവാലയങ്ങളായി രൂപാന്തരപ്പെട്ടതെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. എപ്രകാരമാണ് ദൈവത്തിൻ്റെ ആലയങ്ങളായി നാം ഓരോരുത്തരും മാറേണ്ടത്? അതിനുള്ള ഉത്തമ ദൃഷ്ടാന്തങ്ങളായി 2 വ്യക്തികളെ ഇന്നത്തെ സുവിശേഷം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നു. ദേവാലയത്തിൽ നിരന്തരം വസിച്ചിരുന്ന ശിമയോനെയും അന്നയെയും സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നു. അവരെക്കുറിച്ച് സുവിശേഷം പറയുന്നത്, ഇരുവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരും പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെട്ടവരും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്നവരുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ആവാസം അവരിൽ നിറഞ്ഞു കവിയുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ കണ്ടെത്താനാവും. അവർ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായിട്ട് മാറിയവരാണ്. ദൈവാലയത്തിൽ നിരന്തരം വസിച്ച് മറ്റൊരു ദൈവാലയമായി തങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തിയവരാണ്, പരിണമിപ്പിച്ചവരാണ്. സങ്കീർത്തനം 84-ൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, കുരുവിയും ചെങ്ങാലിയും പാർക്കാൻ കൂട് കണ്ടെത്തി. കാരുണ്യവാനായ കർത്താവേ, നിന്റെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എത്ര മനോഹരമായ അവതരണമാണ്! ദേവാലയത്തിൽ കൂടുവയ്ക്കുന്ന കുരുവിയെപ്പോലെ, ചെങ്ങാലിയെപ്പോലെ ശിമയോനും അന്നയും ജെറുസലേം ദേവാലയത്തിൽ നിരന്തരം വസിക്കുന്നു. അവിടെ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ചൈതന്യം, സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ആരാധിച്ച് സ്തുതിച്ച് തങ്ങളെ തന്നെ അവർ ദൈവത്തിന് ഏറ്റവും യോഗ്യമായ ഒരു വാസസ്ഥലമാക്കി മാറ്റുന്നു. സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, വിളക്കിന് മുൻപിൽ
ദീപപീഠത്തിന് മുൻപിൽ എണ്ണ പകരുന്ന 2 വലിയ ഒലിവ് വൃക്ഷങ്ങൾ. അതേക്കുറിച്ച് സഖറിയ വിശദീകരണം ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്നത്, കർത്താവിൻ്റെ ആലയത്തിൽ നിരന്തരം ശുശ്രൂഷ ചെയ്യുന്ന 2 അഭിഷിക്തരാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവെന്ന വിളക്കിന് തങ്ങളുടെ ജീവിതം കൊണ്ട് എണ്ണ പകർന്ന് ശുശ്രൂഷ ചെയ്ത 2 ഒലിവ് വൃക്ഷങ്ങളാണ് ശിമയോനും അന്നയും. ഇതുപോലെ ശിമയോനെയും അന്നയെയും പോലെ ദൈവാലയത്തിൽ നിരന്തരമായി വസിച്ച മറ്റൊരു വ്യക്തിയെ നാം പഴയ നിയമത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്, സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ. അവിടെ ബാലനായ സാമുവേലിനെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത് അവൻ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് സമീപത്ത് ഉറങ്ങിയിരുന്നു എന്നാണ്. അവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, പ്രധാന പുരോഹിതനായ ഹേലിയുടെ കാഴ്ച മങ്ങി. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വിളക്ക് അണഞ്ഞിരുന്നില്ല, ദർശനങ്ങൾ വിരളമായിരുന്നു, പുരോഹിതര് വഴിപിഴച്ചവരായിരുന്നു. ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിനരികിൽ വിശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു വിശ്രമവേളയിലാണ് ദൈവമായ കർത്താവ് സാമുവേലിനെ വിളിക്കുന്നത്, തൻ്റെ ഹിതം അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ കാണും എപ്രകാരമാണ് സാമുവേൽ ദൈവത്തിന് പ്രിയങ്കരനായ വ്യക്തിയായി മാറിയത്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനായി മാറിയത്, ഒരു യഥാർത്ഥ ദൈവാലയമായി സാമുവേൽ പരിണമിച്ചത് എന്ന് നമ്മൾ സാമുവേലിൻ്റെ പുസ്തകങ്ങളിൽ വായിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിലാണ് സോളമൻ രാജാവ് താൻ പണിത ജെറുസലേം ദേവാലയത്തെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്ന മനോഹരമായ വിവരണമുള്ളത്. ദൈവാലയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സോളമൻ നടത്തുന്ന ദീർഘവും അതിമനോഹരവുമായ ഒരു പ്രാർത്ഥനയുണ്ട്. അതിൽ ഒരു മനുഷ്യൻ്റെ ദൈവാലയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെയും ആകുലതകളെയും സോളമൻ ഇപ്രകാരം പരിചയപ്പെടുത്തുന്നുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന അങ്ങയുടെ മഹത്വത്തെ സ്വീകരിക്കാൻ, കുടികൊള്ളാൻ ഈ ഭവനം എത്ര അപര്യാപ്തമാണ്. മഹത്വാനായ അങ്ങ് ഈ ഭവനത്തിൽ വസിക്കുമോ? ഈ ഭവനത്തിന് അങ്ങയെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമോ? ഈ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ ദാസൻ നിലവിളിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനകളുടെയും യാചനകളുടെയും നേർക്ക് അങ്ങ് കരങ്ങൾ നീട്ടണമേ. പ്രിയമുള്ളവരെ, ഭൂമിയിൽ നിർമ്മിക്കപ്പെടുന്ന ഏതൊരു ദേവാലയത്തിനും സ്ഥലകാലങ്ങളുടെ, അളവുകളുടെയും വിസ്തീർണങ്ങളുടെയും കുറവുകളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവുമുണ്ട്. പക്ഷേ തൻ്റെ സജീവമായ സാന്നിധ്യം ദൈവം പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരിലുമാണ്. സമരിയക്കാരിയോട് അവിടുന്ന് പറഞ്ഞല്ലോ, ആ മലയിലും ഈ മലയിലുമല്ല ആരാധിക്കേണ്ടത്, ആത്മാവിലും സത്യത്തിലുമാണ്. മനുഷ്യൻ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഭവനം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുമെങ്കിലും താൻ പാകിയ വിശ്വാസത്തിൻ്റെ വിത്തുകൾ തൻ്റെ ശിഷ്യരിലൂടെ പടർന്ന് ലോകമെങ്ങും പുളിമാവ് പോലെ പരക്കുമെന്ന് അവിടത്തേക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യനിർമ്മിതമായ ശിലാനിർമ്മിതമായ ഭവനങ്ങളെക്കാൾ അവൻ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യമക്കളെ തൻ്റെ ആക്കാൻ ആഗ്രഹിച്ചത്. എത്രയോ ഇടങ്ങളിലാണ് പൗരസഭസ്വരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്, അത് ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. നാം പണ്ടു പഠിച്ച ഗജേന്ദ്രമോക്ഷം എന്നൊരു കഥയുണ്ടല്ലോ. സർവചരാചരങ്ങളെയും അടക്കി ഭരിച്ചിരുന്ന ഗജേന്ദ്രൻ എന്ന ആന സ്വന്തം കഴിവിലും ശക്തിയിലും അമിതമായി ആശ്രയിച്ചിരുന്ന അവൻ ഒരു നാളിൽ ഒരു താമരപ്പൊയ്കയിലിറങ്ങി നീന്തി തുടിക്കുകയാണ്. പെട്ടെന്നാണ് കാലിൽ പിടുത്തം വീഴുന്നത്. ഭീകരരൂപിയായ ഒരു മുതല അവനെ ചെളിയിലേക്ക് വലിച്ചു താഴ്ത്തുന്നു. സഹായിക്കാൻ കരങ്ങൾ നീട്ടിയ സകല കൂട്ടാനകളെയും വിരട്ടി ഓടിച്ച് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് അവൻ ആ പിടി വിടുവിക്കാൻ ആവത് ശ്രമിക്കുന്നുണ്ട്. ദിവസങ്ങൾ മുൻപോട്ട് പോകും തോറും അവൻ്റെ ശക്തി കുറഞ്ഞു വരുന്നു. മുതലയുടെ ശക്തി കൂടിക്കൂടി വരുന്നു. ചെളിയിലേക്കുള്ള അവൻ്റെ താഴ്ച കൂടിക്കൂടി വരുന്നു.
തൻ്റെ നിസ്സഹായതയെ തിരിച്ചറിയുന്ന ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ചുറ്റും വിരിഞ്ഞു നിൽക്കുന്ന താമരപുഷ്പങ്ങളെ പറിച്ച് അവൻ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെയാണ് അവന് മോക്ഷം കൈവരുന്നത്. പ്രിയമുള്ളവരെ, നാം ആരും ഈ ഭൂമിയുടെ കെണികളിൽ, ചെളികളിൽ, ശരീരത്തിൻ്റെ ചതുപ്പുകളിൽ കുടുങ്ങിക്കിടക്കാനുള്ളവരല്ല, ഒതുങ്ങിപ്പോകാനുള്ളവരല്ല. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളായി പരിണമിക്കാനുള്ളവരാണ്. ശിമയോനെ പോലെ, അന്നയെപ്പോലെ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം വഴി നടത്തപ്പെടേണ്ടവരാണ്. സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ അനുതാപ സങ്കീർത്തനം ചൊല്ലുന്ന സമയത്ത് കാർമികൻ നിശബ്ദമായി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിലെ 2 വരികൾ പ്രകാരമാണ്: ഞങ്ങൾ അങ്ങയുടെ മഹത്വത്തിൻ്റെ പൂർണ്ണ സാക്ഷികളും അങ്ങയുടെ വാസത്തിന് യോജിച്ച ആലയങ്ങളുമായി തീരട്ടെ. ഞങ്ങൾ അങ്ങയുടെ മഹത്വത്തിൻ്റെ പൂർണ്ണ സാക്ഷികളും അങ്ങയുടെ വാസത്തിന് യോജിച്ച ആലയങ്ങളുമായി തീരട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാസത്തിന് യോജിച്ച ആലയങ്ങളാകാൻ നമ്മുടെ ശരീരങ്ങളെ നമുക്കൊരുക്കാം. നമ്മുടെ മനസ്സിനെ നിർമ്മലമായ ബലിപീഠമാക്കി മാറ്റാം. ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ചതുപോലെ വിശുദ്ധീകരണത്തിലൂടെ നമ്മുടെ ശരീരങ്ങളെ കർത്താവിൻ്റെ വാസത്തിന് ചേർന്ന ആലയങ്ങളാക്കി നമുക്ക് മാറ്റാം. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.